ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ ആണുങ്ങളുടെ തലമുറയിൽ ജനിക്കണം. ആണുങ്ങളുടെ തലമുറയിൽ ജനിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ ഈ അഹമ്മദ്. അതുകൊണ്ടാണ് ജിതേന്ദ്ര സിംഗ് ഭയപ്പെട്ടത്. കണ്ണടച്ചു കിടക്കുന്ന അഹമ്മദിന്റെ മയ്യത്ത് റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കണ്ടപ്പോ ജിതേന്ദ്ര സിംഗിന് ഭയപ്പെട്ടു. RSS ഗുണ്ടകളെ വെക്കുകയാ ആശുപത്രിയുടെ പരിസരത്ത്. ലോകത്തിലെ വില്ലാളി വീരന്മാർ പല്ലക്കിലേക്ക് കടന്നുപോയിട്ടില്ല. ഞങ്ങൾക്ക് സങ്കടമില്ല. RSSകാരന്റെ ഈ അനുശോചനത്തിന്റെ സന്ദേശത്തിന്റെ പ്രോട്ടോകോളിന്റെ വെടിയൊച്ചകളുണ്ടല്ലോ, ആ വെടിയൊച്ചകൾ രാജാതിരാജനായ തമ്പുരാന്റെ മുമ്പിൽ ക്വാളിഫിക്കേഷൻ അല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടമില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ സഭയിൽ നിന്നൊരു മനുഷ്യൻ, ഇന്ദിരാഗാന്ധി ലോകരാഷ്ട്രങ്ങളുമായി ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ടാക്കാൻ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പരതിയപ്പോ അഹമ്മദിന്റെ പേരിലേക്ക് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിരലുകൾ പോവുകയാണ്. ഇന്ദിര തെരഞ്ഞെടുത്ത അഹമ്മദിനെയാണ്, മൻമോഹൻ സിംഗ് തെരഞ്ഞെടുത്തത് അഹമ്മദിനെയാണ്, നരസിംഹറാവു തെരഞ്ഞെടുത്തത് അഹമ്മദിനെയാണ്, രാജീവ് ഗാന്ധി തെരഞ്ഞെടുത്തത് അഹമ്മദിനെയാണ്. ഇത് കേൾക്കുമ്പോ ലീഗ് വിരോധികൾ അടക്കം പറയുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ലേ? കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുന്ന ലീഗുകാര നിങ്ങൾക്ക് തന്ന സമ്മാനമല്ലേ ഇത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? എങ്കിൽ പറയട്ടെ, ഇന്ത്യ രാജ്യത്തിലെ സംഘപരിവാരത്തിന്റെ സാക്ഷാൽ പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. വാജ്പേയി കോൺഗ്രസിന്റെ നേതാവല്ല. 5 കൊല്ലത്തെ സുസ്ഥിരമായ ഭരണം ലീഗ് പാർട്ടിയുടെ ഓസാരം ബിജെപിക്ക് ആവശ്യമില്ല. വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി ഐക്യരാഷ്ട്രസഭയിൽ ആരാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്ന് വാജ്പേയി ഗവൺമെന്റിന്റെ ഓഫീഷ്യൽസിനോട് അനുമതി ചോദിച്ചപ്പോ ഫോറിൻ അഫയേഴ്സിലുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രിയപ്പെട്ട വാജ്പേയിയുടെ കാതിൽ ഒരു മന്ത്രം ചൊല്ലി, മിസ്റ്റർ പ്രധാനമന്ത്രി, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, താങ്കൾക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള മുസ്ലിം ലീഗിന്റെ ഒരു നേതാവുണ്ട്, ഈ അഹമ്മദ് ഇന്ത്യയുടെ പാർലമെന്റിൽ അംഗമാണ്. രാഷ്ട്രീയമായ വിയോജിപ്പ് നിങ്ങൾക്ക് തടസ്സമല്ല എങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ഈ പാർലമെന്റിൽ ആരാണ് യോഗ്യനെന്ന് ബ്യൂറോക്രാറ്റിനോട് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ഉത്തരമേയുള്ളൂ, ദാറ്റ് ഈസ് വാട്ട് ഈസ് മിസ്റ്റർ ഇ അഹമ്മദ് എന്ന് വാജ്പേയിയുടെ ഒഫീഷ്യൽസ് ഉപദേശിക്കുകയാണ്. അങ്ങനെ വാജ്പേയിയുടെ ഗവൺമെന്റ് രാജ്യത്തിന്റെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്റർനാഷണൽ റിലേഷൻസിനെ ബിൽഡ് ചെയ്യാൻ അഹമ്മദിനെ നിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് 23 വയസ്സിൽ MSFന് സിന്ദാബാദ് വിളിച്ചു തുടങ്ങിയ കാലം, അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമ്മേളനം പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടക്കുന്ന കാലം, MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഹമ്മദ് സാഹിബിന് പ്രവേശനം കിട്ടി. പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് മുസ്ലിം ലീഗിന്റെ അഭിമന്യനായ നേതാവ് CHനോട് അനുമതി ചോദിക്കാൻ വേണ്ടി പോയി. MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന സമ്മേളനത്തിൽ അനുമതി കിട്ടിയിരിക്കുന്നു, ഞാൻ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പ്രിയപ്പെട്ട CH അനുമതി നിഷേധിച്ചു. അഹമ്മദെ പോകണ്ട, കറാച്ചിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി സമ്മേളിച്ചാൽ രാജ്യത്തിലെ മീഡിയകൾ അത് ദുർവ്യാഖ്യാനിക്കും, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കും. മുസ്ലിം ലീഗിന്റെ മന്ത്രി പങ്കെടുക്കുന്ന സദസ്സിലെ പെണ്ണുങ്ങളുടെ ബ്ലൗസിന്റെ നിറം നോക്കി ചാനലുകൾ വിവാദത്തിന്റെ വാർത്തകളുടെ ഫ്ലാഷ് അടിക്കുമ്പോ MSFന്റെ ചെറുപ്പക്കാരാ സങ്കടപ്പെടണ്ട. മുസ്ലിം ലീഗിന് മാധ്യമങ്ങളുടെ പരിലാളന കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ പരിലാളനയിലല്ല മുസ്ലിം ലീഗ് പാർട്ടി വളർന്നത്. CH പറഞ്ഞു, അഹമ്മദേ പോകണ്ട, കറാച്ചിയിലേക്ക് പോകണ്ട. പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് നമുക്ക് ഈ കഥ പറഞ്ഞു തരികയാണ്. അത്തോളിയിലെ പ്രിയപ്പെട്ട CHന്റെ വീട്ടിൽ നിന്ന് ഞാൻ സങ്കടത്തോടെ പോന്നു. CH എന്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിന്റെ മുഖത്ത് ഞാൻ സങ്കടത്തിന്റെ ഒരു നിഴലാട്ടം കാണുന്നു. എന്തിനാണ് അഹമ്മദേ നീ സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടണ്ട, ഇൻഷാ അല്ലാഹ് ഒരു കാലം വരും. ഇന്ന് നീ പോകുന്നത് MSFന്റെ നേതാവായിട്ടാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിനിധിയായി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോകുന്നവരുടെ പട്ടികയിൽ അഹമ്മദേ നീ ഉണ്ടാകുമെന്ന് ആശ്വാസത്തിന്റെ വാക്ക് പ്രിയപ്പെട്ട CH പറയുകയാണ്. വരാൻ പോകുന്ന ഒരു കാലത്തെ ഒരു പ്രവാചകനെ പോലെ, ഒരു കാൽപ്പനികനെ പോലെ തന്റെ മനസ്സിൽ ചർത്തു വരച്ച പ്രിയപ്പെട്ട CHന്റെ വാക്കുകൾക്ക് സാക്ഷാത്കാരം കിട്ടുമ്പോ ലോകത്തിന്റെ ഐക്യരാഷ്ട്രസഭകളിൽ പ്രിയപ്പെട്ട CHും പ്രിയപ്പെട്ട അഹമ്മദ് ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയല്ല, രാജ്യത്തിന്റെ കലാപഭൂമിയിൽ സങ്കടത്തോടെ
സങ്കടത്തോടെ നിൽക്കുന്ന ബന്ധുമിത്രാദികളുടെ മുമ്പിൽ ശാന്തിദൂതനായി അഹമ്മദ് പോയി. ഗസ്സ പട്ടണത്തിൽ അഭൂതർമാരെ വെടിവെച്ചു കൊല്ലുന്ന സയനിസ്റ്റ് പോലീസിന്റെ മുമ്പിൽ വിയോജിപ്പിന്റെ സ്വരം രേഖപ്പെടുത്താൻ പ്രിയപ്പെട്ട അഹമ്മദ് പോയി. ഇന്ത്യ രാജ്യത്തിലെ യാത്രികരുമായി വിമാനം തട്ടിയെടുത്ത തീവ്രവാദികൾ രാജ്യത്തിലെ 125 കോടി ജനങ്ങളെ ഉദ്യോഗത്തിന്റെ മുൾനിലയിൽ നിർത്തിയപ്പോ ഭരണാധികാരികൾ എന്തു ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പിയപ്പോ ഈ സന്നിഗ്ധഘട്ടത്തെ പരിഹരിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ ആദ്യം പറഞ്ഞ പേര് അഹമ്മദിന്റെ പേരായിരുന്നു. ഡിപ്ലോമാറ്റിക്കായ അഹമ്മദ്, സ്ട്രാറ്റജിസ്റ്റായ അഹമ്മദ്, രാജ്യതന്ത്രജ്ഞനായ അഹമ്മദ്, ലോകരാജ്യങ്ങളുടെ അംബാസഡർമാരുടെ ആദരം കിട്ടിയ അഹമ്മദ്. ആ അഹമ്മദിന്റെ മൃതദേഹം RML ആശുപത്രിയിൽ അനാദരിച്ച RSSകാര കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല, ഞങ്ങൾക്ക് സങ്കടമില്ല. അഹമ്മദിനെ ലോകത്തിലെ മീഡിയകൾ ചർച്ച ചെയ്തു, ഇന്ത്യയിലെ മീഡിയകൾ ചർച്ച ചെയ്തു. ഇന്ത്യ രാജ്യത്തിലെ മഹാത്മജി എന്ന് പറയുന്ന രാഷ്ട്രപിതാവിന്റെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ യുദ്ധനെഞ്ചിലേക്ക് വെടിയുണ്ടകൾ സമ്മാനമായി കൊടുത്ത് ബിർള ഹൌസിന്റെ മന്ദിരത്തിൽ പ്രിയപ്പെട്ട ഗാന്ധിജിയെ മൃതദേഹമാക്കി മാറ്റിയ RSSകാര നിങ്ങളെയൊന്ന് ഞങ്ങൾ അതിനപ്പുറം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് രാജ്യത്തുള്ള പോരാളികളുടെ കൂട്ടത്തിലേക്ക് പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് പോകുമ്പോ മുസ്ലിം യൂത്ത് ലീഗ് പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്. ആ യുദ്ധമുഖത്തിനകത്ത് പോരാട്ടത്തിന്റെ പുതിയ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ യൂത്ത് ലീഗ് കടന്നു പോകുമ്പോ രാജ്യത്തിലെ RSSനെ ചോദ്യം ചെയ്യാൻ, മതേതര ശക്തികളെ ഒരുമിച്ച് നിർത്താൻ, രാജ്യത്തിലെ വ്യത്യസ്തങ്ങളായ വിശ്വാസധാരകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഈ അങ്ങാടിയിലെ പൊതുജനങ്ങളെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് നിങ്ങൾ പിന്തുണ കൊടുക്കണം.